പ്രവർത്തകരെ മുത്തുനബി പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ചു ജീവിക്കുക. ആ ആദർശം പ്രചരിപ്പിക്കാൻ രംഗത്തിറങ്ങുമ്പോ നമുക്കൊരു പക്ഷേ കല്ലേറുകൾ കൊണ്ടേക്കാം, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. നമ്മൾ നമ്മുടെ പാതയിൽ നിന്ന് പിന്മാറേണ്ട പ്രശ്നമില്ല. കാരണം അല്ലാഹു പറയുന്നു വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആദർശം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ആത്മാർത്ഥമായി അതിലേറെ സന്തോഷത്തോടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ SSFന്റെ പ്രവർത്തകരോ നമ്മളെ SYSന്റെ പ്രവർത്തകരോ നമ്മൾ പിടിച്ച പാശം മുറിയാത്ത കയറാണ് കേട്ടോ. ഈ സംഘടന 4 പതിറ്റാണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഒരുപാട് സമരമുഖങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു ബസിന്റെ ചില്ലും എറിഞ്ഞൊടക്കപ്പെട്ടിട്ടില്ല, ഒരു വാഹനവും കത്തിക്കപ്പെട്ടിട്ടില്ല, പോരാ ഒരു സൈക്കിൾ ട്യൂബ് പോലും പഞ്ചറാക്കപ്പെട്ടിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്താ? ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ വിപ്ലവത്തിലൂടെ 4 പതിറ്റാണ്ട് കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ, നേതൃത്വം നൽകാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ തെറ്റിദ്ധരിച്ചിട്ട് എത്ര വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാൽ ഇത് റബ്ബിന്റെ മാർഗമാണ്, ഇത് ദീൻ പകർത്താനുള്ള മാർഗമാണ് എന്ന രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സംഘടനാ സുഹൃത്തുക്കൾ അടിയുറച്ച് പ്രവർത്തിച്ചോളൂ. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന യുവത്വം, ആ യുവാവ് അർശിന്റെ തണലിലാണ് കേട്ടോ. ആ ഒരു ഓഫറല്ലേ മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ SSFന്റെ പ്രവർത്തകർക്കു നൽകിയതോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഓഫർ നെഞ്ചോട് ചേർത്തുകൊണ്ടോ നമ്മൾ പ്രവർത്തിക്കുക. എതിരാളികൾ നമ്മുടെ അരികിലേക്ക് വരും. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോ, നമ്മളെക്കുറിച്ച് പഠിക്കുമ്പോ, സത്യം എന്താണെന്നറിയുമ്പോ, അവർക്ക് സത്യം ബോധ്യപ്പെടുമ്പോ ഇതൊരു പ്രശ്നമുണ്ടാക്കുന്ന സംഘടനയല്ല, ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഘടനയല്ല. ഞങ്ങളുടെ ആദർശം, ഞങ്ങളുടെ ആവശ്യം ഇവിടെ ദീനു നിലനിൽക്കുക എന്നതാണ്. കണ്ടോ SSFന്റെ പ്രമേയം ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്നാണ്. ബഹുവന്യരായ എന്റെ പ്രിയപ്പെട്ട നേതൃത്വം, ബഹുവന്യരായ കിനാലൂർ മാസ്റ്റർ അത് വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും സൂചിപ്പിക്കട്ടെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ഭാഗത്ത് മാറ്റി നിർത്തപ്പെടുന്ന ഈ യുവത്വം അവരെ നമ്പാൻ കൊള്ളാത്തവരാണ്, അവരൊന്നിനും പറ്റാത്തവരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുമ്പോ പറ്റില്ല, അവര് ഞങ്ങളെ സഹോദരന്മാരാണ്, അവരെ സമൂഹത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തോളോട് തോൾ കൈയിട്ടുകൊണ്ട് അവർ നമ്മിലേക്ക് ചേർത്ത് നിർത്തി അവരെ നന്നാക്കിയെടുക്കാനാണ് കേരളക്കരയിലെ 6300 ചില്ലാനം യൂണിറ്റുകളിൽ SSFന്റെ പ്രവർത്തകർ യൂണിറ്റ് സമ്മേളനം നടത്തുന്നത്. അല്ലാതെ ഒരു നാട്ടിലും പ്രതിസന്ധി ഉണ്ടാക്കാനല്ല, ഒരു നാട്ടിലും പ്രശ്നമുണ്ടാക്കാനല്ല, ഒരു നാട്ടിലും പുതിയ പുതിയ പ്രശ്നത്തിന്റെ മേഖലകൾ തുറന്നു കൊടുക്കാനല്ല, നാട്ടിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ്. അല്ലാഹു കബൂലാക്കി തരട്ടെ. കാരണം ഈ പ്രവർത്തകർ ഉൾക്കൊള്ളുന്ന മാർഗമേന്താ? മഹാന്മാരായ ബദരീങ്ങളെ മാർഗമാണ്, ഉഹദീങ്ങളെ മാർഗമാണ്. ശരീരം ഇങ്ങനെ ഇഞ്ചിഞ്ചായി മുറിച്ചു കളഞ്ഞപ്പോഴും ശരീരത്തിന്റെ ഓരോ ഭാഗവും വെട്ടിമാറ്റി ഉഹദിന്റെ മൂലയിലേക്ക് മാറ്റിയിട്ടപ്പോഴും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അവര് വിറച്ചിട്ടില്ല.
അവര് പേടിച്ചിട്ടില്ല. ഇന്നീല അജിദുരീഹം മിനൽ ജന്നത്തി മിൻ വറാഇ ഉഹദ്. ഉഹദ് മലയുടെ അപ്പുറത്തു നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ വാസന വരുന്നു ശത്രുക്കളെ എന്ന് പറഞ്ഞ് രണാങ്കണത്തിലേക്ക് ഇറങ്ങിയ SSF-കാരൻ ഒരു നേതാവുണ്ട്. അത് മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ശത്രുസേന അലയടിച്ചു വന്നപ്പോ ഹബീബായ നബി തങ്ങളെ തകർക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് മല പോലെ ഉറച്ചു നിന്ന് അവിടത്തേക്ക് വന്ന കൂരമ്പുകളെ ശരീരത്തിൽ ഏറ്റുവാങ്ങി ഉഹദിന്റെ രണാങ്കണത്തിലങ്ങ് ശഹീദായി വീഴുമ്പോൾ അവിടുത്തെ ശരീരം ആരുടെ ശരീരമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ വേദിയിലേക്ക് വരണം, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് സദസ്സിലേക്ക് വരണം. നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധിയുമില്ല, നമ്മുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നവുമില്ല. എല്ലാം നമ്മൾ നീതിന്യായ പാലകർ പറയുന്നതനുസരിച്ച് പരിപാടി നടത്തുന്നവരാണ്. അവർ ഈ സ്പോട്ടിൽ പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന SSF-ന്റെ പ്രവർത്തകർ നിർത്താൻ ബാധ്യസ്ഥരാണ്. അത് മറ്റുള്ള ആക്രമങ്ങൾ കണ്ടിട്ടല്ല, പേടിച്ചിട്ടോ അല്ല, മറിച്ച് നമ്മൾ നിയമം അംഗീകരിക്കുന്നവരാണ്. നീതിന്യായ പാലകരെ പരിപൂർണമായി അംഗീകരിക്കാൻ തയ്യാറുള്ളവരാണ്. അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. പുറത്തു നിൽക്കുന്ന സഹോദരന്മാർ മുഴുവനും അകത്തോട്ട് കടന്നിരിക്കണം. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അക്രമത്തിന്റെ പാതയിൽ പോകൂല. ഇവിടെ രക്തസാക്ഷികളായി വീണാലും നമ്മൾ അക്രമത്തിന്റെ പാതയിലേക്ക് കടക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മാർഗം അതല്ല. ഒരു ബദറിനുള്ള ചാൻസ് വിടില്ല, ഉഹദിനുള്ള ചാൻസ് വിടില്ല. നമ്മൾ ഹബീബിനെ സ്വീകരിച്ചവരാണ്, അവിടുത്തെ ആദർശം കൈപ്പറ്റിയവരാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്കും ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കൂല. ഈ നാട് അല്ലാഹു സുന്നത്ത് ജമാഅത്തിന് ഫത്ഹാക്കി തരട്ടെ. നമ്മളെ തെറ്റിദ്ധരിച്ചവർ, നമ്മളെ വേറെ രൂപത്തിൽ മനസ്സിലാക്കിയവർ, അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പരിപാടിയിൽ അലങ്കോലത്തിനുള്ള ശ്രമം നടത്തിയവർ ഇപ്പൊ കയ്യോയിൽ വന്നുള്ളൂ. അവരെ കൊണ്ട് അല്ലാഹു പനിനീര് തൊളിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തെ ഈ നാട്ടിൽ സ്വീകരിക്കുന്ന ഹൈറായ ഒരു രൂപം അല്ല കൊടുത്തവരെയും നമ്മളെയും അല്ലാഹു നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാതൃക അനസ് ഇബ്നു നദർ തങ്ങളാണ്. ശരീരം വെട്ടിക്കീറി ഉഹദിന്റെ രണാങ്കണത്തിൽ മാറ്റിയിട്ടപ്പോ ആരുടെ ശരീരമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ കുട്ടി വന്നിട്ട് ലോകത്തിന്റെ നേതാവിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഈ കാക്കയെ കണ്ടോ നബിയേ? എന്റെ ഈ കാക്ക ഉഹദിലേക്ക് വന്നതാണ്, തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. എന്റെ ഈ കാക്കയെ കണ്ടോ? മരിച്ചു കിടക്കുന്ന ത്തിന്റെ ജനാസകൾ കാണിച്ചു കൊടുത്തപ്പോ ഇതൊന്നുമല്ല എന്റെ ഈ കാക്ക. അവസാനം കൂട്ടിയിട്ട മാംസ കൂമ്പാരത്തിൽ നിന്നുണ്ട് സുബ്ഹാനല്ലാഹ് ഒരു ചെറുവരലിന്റെ കഷ്ണമെടുത്തിട്ട് ആ കുട്ടി വിളിച്ചു പറയുന്നു, ഹാദാ അഖീ യാ റസൂലല്ലാഹ്, ഇതെന്റെ ഈ കാക്കയാടു നബിയേ. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കുക. ആ ഒരു വിരൽ കൊടി കൊണ്ടാണ് മഹാനവറുകളെ തിരിച്ചറിഞ്ഞത്. ഹബീബ് കരഞ്ഞുപോയി. അതുകൊണ്ട് നമ്മുടെ ദീൻ പ്രചരിപ്പിക്കുന്ന രംഗത്ത് വരുന്ന പ്രതിസന്ധി SSF-കാർക്കൊരു വിഷയമല്ല, SYS-കാർക്കൊരു വിഷയമല്ല. അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയൂല. സ്വന്തം ഭാര്യയുമായി ലൈംഗിക സമാഗമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഉഹദ് രണാങ്കണത്തിന്റെ വിളയാളം വന്നപ്പോൾ തന്റെ മണിയറയിൽ നിന്ന് എഴുന്നേറ്റ് പോയി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പോരാടി
അവസാനം ജനാപത്തുകാരനായി ഷഹീദായി പോയ മഹാനായ ഹവ്വല റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യം പേറുന്ന പ്രസ്ഥാനമാണിത്. സുബ്ഹാനല്ലാഹ്, അക്രമങ്ങളുടെ മുന്നിൽ ദീൻ പ്രചരിപ്പിക്കുന്ന രംഗത്ത് നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ SSFകാരെ, അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, അതല്ല തെറ്റിദ്ധരിച്ചവരോട് ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ SSFനെ കുറിച്ച് പഠിക്കണേ. SSF എന്ന് പറയുന്ന സംഘടനയെ മനസ്സിലാക്കണേ. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വ്യക്തമായി ചിന്തിക്കണേ. ആധുനിക കാലഘട്ടം ആധുനികതയുടെ അതിപ്രസരതയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ധർമ്മം പറയാൻ ഒരു വിഭാഗം ആവശ്യമല്ലയോ? ചെറുപ്പക്കാർ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അനാവശ്യ പ്രണയങ്ങൾക്കും പിന്നിൽ അടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോ അരുതു മക്കളെ എന്ന് പറയും ഒരു കൂട്ടായ്മ ഇവിടെ ആവശ്യമല്ല. SSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ അറിയണം, ഈ SSF എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങളെ ദുനിയാവും, നിങ്ങളെ മക്കളെ ദുനിയാവും, നിങ്ങളെ ആഖിറവും, നിങ്ങളെ മക്കളെ ആഖിറവും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, ഒട്ടനവധി സംഘങ്ങളുണ്ട്, ഒട്ടനവധി സംഘടനകളുണ്ട്. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ എടോ നിന്റെ ഖബർ ജീവിതം രക്ഷപ്പെടാൻ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണമെന്ന് പരിശുദ്ധമായ ആ ദീനിന്റെ ആദർശം സർക്കുലർ മുഖേന നിർദ്ദേശം കൊടുത്തൊരു സംഘടന കേരളത്തിലുണ്ടെങ്കിൽ, ഭാരതാംബയുടെ മണ്ണിലുണ്ടെങ്കിൽ, ഏഷ്യയിലുണ്ടെങ്കിൽ അത് SSF മാത്രമാണ്. അത് അവകാശപ്പെടാൻ കേരളത്തിലൊരു സംഘടനക്കും സാധ്യമല്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും, അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കില്ലെന്ന് പറഞ്ഞിട്ടും കല്ലെറിയുന്നവരോട് നിങ്ങൾ ആലോചിച്ചോടൂ. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ ദീനിന്റെ ആദർശം പറയുന്ന വേദി, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ വേദി. ആ വേദിയിൽ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, പ്രിയമുള്ളവരെ, ഒരാളെയും ആക്രമിക്കാൻ പറഞ്ഞില്ല, അതിക്രമത്തിന്റെ ഭാഷ പ്രയോഗിച്ചില്ല. എന്നിട്ടും നിങ്ങൾ കല്ലെറിയാൻ ഉപയോഗിച്ച നിങ്ങളെ കരങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലം വരാനുണ്ട് കേട്ടോ. ആ തെറ്റുകൾക്ക് നിങ്ങളുടെ കാലുകൾക്ക് സാക്ഷി നിൽക്കുന്നൊരു സമയം വരാനുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ചീത്ത വിളിക്കുന്ന, എതിര് പറയുന്ന നിങ്ങളെ നാവുകൾക്ക് സീരി വെക്കുന്നൊരു സമയം വരാനുണ്ട്. ആ സമയത്തെ പേടിച്ചോളൂ കൂട്ടുകാരെ, ആ സമയത്തെ കുറിച്ച് ചിന്തിച്ചോളൂ. ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ കഴിയുമെന്ന് നമുക്കാർക്കും ഒരു ഗ്യാരണ്ടിയില്ല. ഇന്ന് രാത്രി എങ്ങാനും മരണപ്പെട്ടു പോയാൽ ദീൻ പറയുന്ന ഒരു വേദിയിലേക്ക് കല്ലെറിഞ്ഞിട്ട് വന്നിട്ടാണ് നിങ്ങൾ കിടന്നുറങ്ങി മരിച്ചു പോകുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, വലിയ പ്രയാസം തന്നെയാ. അല്ലാഹു നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ, അല്ലാഹ് നിങ്ങളെ നന്നാക്കി തരട്ടെ. നിങ്ങൾ SSFനെ കുറിച്ച് പഠിക്കണേ. ഇന്നോ ഒരു SSFകാരന്റെ വീട്ടിലൊരു മരണം നടന്നാൽ സുബ്ഹാനല്ലാഹ് 6300ഓളം യൂണിറ്റുകളിലെ പ്രവർത്തകരാ കുടുംബക്കാരന് വേണ്ടി യാസീൻ ഓതുകയാണ്, ഇഖ്ലാസ് ഓതുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളെ, അതിനേക്കാൾ പ്രൗഢമായ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. ആധുനിക കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ പേടിയിലാണ്, ബേജാറിലാണ്. പാതിരാ സമയത്ത് എന്റെ മകൻ വീട്ടിലേക്ക് വരുന്നത് ഏതൊക്കെ പരിപാടിക്ക് കല്ലെടുത്തെറിഞ്ഞിട്ടാണെന്ന് ആർക്കറിയാം, എവിടെയൊക്കെ കരിയോയിൽ വീഴ്ത്തിയിട്ടാണെന്ന് ആർക്കറിയാം. കള്ളു കുടിച്ചിട്ടാണോ വരുന്നത്, കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ
ഭീതിയിലാണോ വരുന്നത്? ഈ ഒരു ഭീതിയിലാണ് ആധുനിക കാലഘട്ടത്തിലെ രക്ഷിതാക്കളെങ്കിൽ നിങ്ങളെ മക്കൾ SSFകാരാണോ? നിങ്ങളെ മക്കൾ SYSന്റെ പ്രവർത്തകരാണോ? നിങ്ങൾ ഭയക്കേണ്ടതില്ല. മദ്യത്തിനോ മയക്കുമരുന്നിനോ ആ മക്കള് അടിമകളാകൂല. നാട്ടിലൊരു പ്രതിസന്ധി അവര് സൃഷ്ടിക്കൂല. കാരണം നിങ്ങൾക്കറിയുമോ, ഓരോ പ്രവർത്തകരെയും എഴുന്നേൽപ്പിച്ചു നിർത്തി മദ്യമോ മയക്കുമരുന്നോ മറ്റു സംഗതികളോ ഞാൻ ഉപയോഗിക്കില്ലെന്നും എന്റെ ജീവിതകാലത്ത് ഒരാളെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നും പ്രതിജ്ഞയെടുപ്പിച്ച പ്രസ്ഥാനമാണെടോ SSF. അതുകൊണ്ട് അഭിമാനിക്കാം കേട്ടോ. നിങ്ങളെ മകനൊരു SSF െങ്കിൽ അല്ലാഹു നമ്മളെ എല്ലാവരും ദീനീ മാർഗത്തിൽ അടിയുറച്ചു ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ SSF ചെയ്തു തീർത്ത പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ദീനി വളർത്താൻ സ്നേഹമസൃണമായ സേവന സംബന്ധിയായ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ ആദർശം. അതുതന്നെയാണ് പരിശുദ്ധമായ ആദർശം. അതിനപ്പുറത്തേക്ക് അനാദരവിന്റെ മാതൃക കാണിക്കുന്നത്, മാർഗം സൃഷ്ടിക്കുന്നത് അത് ഇസ്ലാമിന്റെ പുറത്താണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് അല്ലാഹു നല്ല ശക്തി തന്നനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിൽ അല്ലാഹു സമാധാനം തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നേതാക്കന്മാർ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ വെള്ളിലെ ഉസ്താദ് ഖാലിദ് സാഹിബ്, അബ്ദുൾ റസാഖ് കുറ്റി, അതുപോലെ തന്നെ അബ്ദുള്ള കാരാത്തോട്, എന്റെ കൂടെ പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട നദീർ, മുഖ്താർ, ഹാസിൽ തുടങ്ങി ഈ അടുത്ത സമയത്ത് എന്റെ തൊട്ടടുത്ത ഡിവിഷനിലെ 2 പ്രവർത്തകർ കടലിൽ മുങ്ങി മരിച്ചു. അല്ലാഹു ഇവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവരുടെയൊക്കെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബഹുവന്യരായ ശംസുൽ ഉലമ EK ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഈ അടുത്ത സമയത്ത് ഈ ദിഷണാശാലിയായി ഈ പ്രദേശത്തിനും നമ്മുടെ കേരളത്തിനും ഭാരതത്തിനുമാകമാനം മതവിദ്യാഭ്യാസത്തിന്റെ പുതിയ മേഖല കാണിച്ചു തന്ന് നമുക്ക് മുന്നേ നടന്നു നീങ്ങിയ ബഹുവന്യരായ നൂറുൽ ഉലമ MA ഉസ്താദ് അടക്കം ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ നമ്മളോട് യാത്ര പറഞ്ഞു. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. അവരെ കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഒരു വ്യാഴവട്ടക്കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് സൂര്യശോഭ പോലെ കത്തിത്തിളങ്ങി നിന്ന് ഇന്നും മെട്ടിക്കുളത്തിന്റെ ചുവന്ന മണ്ണിൽ കിടന്ന് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പയടക്കം, മഹാനായ അഹ്ദൽ തങ്ങളടക്കം, മഹാനായ ജിഫ്രി തങ്ങളടക്കം, മഹാനായ പൊസോട്ട് തങ്ങളടക്കം, അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ബഹുവന്യരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം ഒരുപാട് സയ്യിദന്മാർ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. അവരെ കൊണ്ടൊക്കെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ, ബഹുവന്യരായ നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വം, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അഭിവന്യരായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അടക്കമുള്ള വന്യവയോധികരായ പണ്ഡിതന്മാർ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഖൈറ് പ്രദാനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതുമല്ല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ദീനീ പ്രവർത്തനത്തിന് മരണം വരെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാകല്ലേ അല്ലാ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാ. അവർക്ക് നീ നല്ല ബുദ്ധി നൽകണേ അല്ലാ. റഹ്മാനെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെല്ലാം ഞങ്ങളെ സഹോദരന്മാരാണ്. അവർ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടാണ്. അവർക്കെല്ലാം നീ നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. രാജാതിരാജനായ റബ്ബേ, ഞങ്ങൾക്ക് സുന്നത്തു ജമാഅത്തിന് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നീ തുറന്നു നൽകണം റഹ്മാനെ. അർഹമുർ റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ പരിശുദ്ധമായ കലിമത്തു ശഹാദ ചൊല്ലി അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിന്റെ ഹബീബിന്റെ ദർബാറിൽ അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു മരിക്കാനും അവിടുത്തെ ചാരത്ത്
ഇബാദത്തു ബഖീഇലുറങ്ങാനും പാവപ്പെട്ട ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയും നേരം ഞങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും തന്ന് ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട നിയമപാലകർക്ക് ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും അടുത്തു വരിക. വേദനിപ്പിക്കാനല്ല, ഒരാളെയും പ്രകോപിപ്പിക്കാനല്ല, മറിച്ച് സമൂഹത്തിന്റെ നന്മകൾ, അതുപോലെ വിദ്യാർത്ഥി യുവജനങ്ങളിലെ നന്മകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന ആ ഒരു ബോധത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെയും നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അതുപോലെ നമ്മുടെ നാട്ടിൽ അന്തിയുറങ്ങുന്ന മഹാരഥന്മാരായ ഔലിയാക്കൾ, അവർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് വളരെ പെട്ടെന്ന് പിരിയാം. ഇലാ ഹദറത്ത് റൂഹി നബിയിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറാത്തി അഹ്ലിൽ ഖൈരി അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه بعد القبول منا إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء أجمعين. اللهم وإلى حضرات خاصة أولياء الله تعالى من دفنوا في بلدنا هذا يا رب العالمين. أرحم الراحماയ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഞങ്ങൾ ഓതിയ ഖിലാസ് മുഅവ്വിദത്തൈനി, അതിന്റെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ പള്ളിയുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന ഖബറാളികൾക്ക് നീ അത് ആശ്രയമാക്കണേ റഹ്മാനെ. അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, ആഖിറം വെളിച്ചത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് നമുക്ക് മുമ്പേ വേർപിരിഞ്ഞു പോയ, ഈ നാടിന് നേതൃത്വം നൽകിയ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞബ്ദുള്ള ഹാജിയെ പോലോത്ത, മൊയ്തുംകുട്ടി ഹാജിയെ പോലോത്ത, അതുപോലെ വാരിസിനെ പോലോത്ത, ഈ അടുത്ത് മരണപ്പെട്ടു പോയ റജബ് കാക്കയെ പോലോത്ത ഒരുപാട് ആളുകൾ, അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. അർഹമുർറാഹിമായ തമ്പുരാനെ, വളരെ ദുരിതമനുഭവിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. പടച്ചവനെ, കാതലായ മാറ്റം കാലാവസ്ഥയിൽ നീ നൽകണേ റഹ്മാനെ. അനുഗ്രഹീതമായ മഴ, അനുഗ്രഹീതമായ കാലാവസ്ഥ ഞങ്ങൾക്ക് നീ തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ ഐശ്വര്യവും ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. യോജിപ്പ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ സമുദായ അംഗങ്ങൾക്കും, അതുപോലെ ഇതര അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരന്മാർക്കും സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവിധ അഭിവൃദ്ധിയും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഈ സംരംഭവുമായി സഹകരിച്ചവർ, സഹായിച്ചവർ, അധ്വാനിച്ചവർ, അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കാവലുകളായ നിന്റെ ആലിമീങ്ങൾ അവരൊക്കെയും ഇന്ന് രോഗത്തിലാണ്, നീ ആഫിയത്തുള്ള
ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഈ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. آمين برحمتك يا ارحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. ഈ പരിപാടി വീക്ഷിച്ച ഇതര മത ആശയ പ്രസ്ഥാന ബന്ധുക്കൾക്ക് എല്ലാവിധ നന്മയും നൽകുന്നു. ഈ നാടിന്റെ കാവലാളാകാൻ അവർക്കൊക്കെയും ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ ഇതിനുവേണ്ടി സഹകരിച്ച ഓപ്പറേറ്റർമാർ, അതുപോലെ നിയമപാലകന്മാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.